നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുസരിക്കില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ ഈ വീഡിയോ അമ്മാവൻ അയച്ചു കൊടുക്കും. ഈ വീഡിയോ അമ്മാവൻ എങ്ങാനും കണ്ട നിന്നെ അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. നീ എപ്പോഴാ അച്ഛന്റെ മുറിയിൽ ഞാൻ കയറിയത് വീഡിയോ എടുത്തത്? നീ എന്തിനാ ആ വീഡിയോ എനിക്ക് അയച്ചത്? നീ ഇത് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തോ? പെടയ്ക്കാതടി മോളെ. ചേട്ടൻ ആദ്യം നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. നീ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്താ ഞാൻ ആ വീഡിയോ ആരെയും കാണിക്കില്ല. മാറി നിൽക്ക് ദീപക്. നീ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് തന്നെ എനിക്ക് അസഹനീയമാ. ആണോ? എങ്കി മോള് എന്റെ അടുത്തേക്കൊന്ന് ചേർന്ന് നിൽക്ക്. അയച്ചു തന്ന വീഡിയോയുടെ ബാക്കി ഞാൻ കാണിക്കാം. ഇപ്പൊ നിനക്ക് അസഹനീയതയൊക്കെ മാറിയോ? നീ വീഡിയോ കാണിക്കേ. മന്ത്രി വർമ്മയുടെ മകൾ വർമ്മയുടെ റൂമിൽ കയറി വർമ്മയുടെ കള്ളയൊപ്പിടുന്ന വീഡിയോ. ഇത് പുറത്തായാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്ലീസ്, ഞാനത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാനായി ചെയ്തത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഋതു. കാണുന്നവർ അതൊന്നും ചിന്തിക്കില്ല. മന്ത്രിയുടെ മകൾ അച്ഛന്റെ കള്ളയൊപ്പിട്ട് എന്തോ കാര്യം സാധിച്ചു. അതല്ലേ കാണുന്നവർ ചിന്തിക്കൂ. നീ നടത്തിയിരിക്കുന്നത് ഫോർജറി ആണെന്നേ പുറലോകം അറിയൂ. ദീപക്, നീ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിക്കുക. നീ ഇങ്ങനൊക്കെ ചെയ്ത അതിന്റെ മാനക്കേട് നമ്മുടെ കുടുംബത്തിനല്ലേ? ഞാൻ സത്യമായിട്ടും ഫോർജറി ഒന്നും നടത്തിയിട്ടില്ല. ഒരു പാവപ്പെട്ട കുട്ടി അവളുടെ അച്ഛന്റെ ഓപ്പറേഷന് അച്ഛന്റെ ഒപ്പ് വാങ്ങി തരുമെന്ന് ചോദിച്ചു. അച്ഛൻ ഇവിടെ വീട്ടിലില്ലാത്തത് കൊണ്ടും ആ കുട്ടിയുടെ അച്ഛൻ അത്യാസന്ന നിലയിലായതുകൊണ്ടും വേറെ വഴിയില്ലാതെ വന്നപ്പോ ഞാൻ ആലോചിച്ചിട്ട് അച്ഛന്റെ ഒപ്പും സീലും ഇട്ടുകൊടുക്കുന്നതല്ലാതെ എനിക്ക് വേറെ വഴിയൊന്നും തോന്നിയില്ല. നീ ദിവ്യയോട് അപമര്യാദയായിട്ട് പെരുമാറിയപ്പോ ഞാനത് പ്രശ്നമാക്കാതിരുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് പോകരുതെന്ന് കരുതിയ. നിന്നോട് ഞാൻ ക്ഷമിച്ചതല്ലേ? പ്ലീസ്, ഈ ഒരു തവണ നിനക്ക് എന്നോട് ക്ഷമിച്ചൂടെ? ഹോ, ദിവ്യയോട് ഞാൻ മിസ്ബിഹേവ് ചെയ്തത് എവിടെ? അതിന് തെളിവെവിടെ? ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം പോരാ, അതിനുള്ള തെളിവും കയ്യിലും. അതല്ല, അനുസരിക്കില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ ഈ വീഡിയോ അമ്മാവൻ അയച്ചു കൊടുക്കും. ഈ വീഡിയോ അമ്മാവൻ എങ്ങാനും കണ്ട നിന്നെ അമ്മാവൻ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. എന്റെ അച്ഛൻ ഇപ്പൊ തന്നെ മനസ്സുകൊണ്ട് എന്നിൽ നിന്നും ഒരുപാട് അകലെയാ. ഈ വീഡിയോ കാണിച്ച് വീണ്ടും ഞങ്ങൾക്കിടയിൽ നീ അകലം സൃഷ്ടിക്കരുത്. നീ എന്നൊന്ന് മനസ്സിലാക്കരുത്. ഞാനിതൊക്കെ ചെയ്യുന്നതേ എനിക്കും നിനക്കും തമ്മിലുള്ള അകലം കുറയ്ക്കാനാ. പ്ലീസ് ദീപക്, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ അപേക്ഷിക്കാം. ഞാൻ ഈ വീഡിയോ അമ്മാവന്റെ മീഡിയക്കാർക്കൊക്കെ അയച്ചു കൊടുത്ത നീ അറസ്റ്റിലും ആവും. അമ്മാവന്റെ മന്ത്രി പദവി ചിലപ്പോ നഷ്ടമായെന്നും വരും. ഞാൻ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല. എനിക്ക് നിന്റെ കൂടെ ഒന്ന് കറങ്ങണം, അത്രേ ഉള്ളൂ. നീ അതിനെ സമ്മതിച്ച പിന്നെ ഒരു പ്രശ്നവും ഇല്ല. നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോവാം. എന്തു പറയുന്നു? ഇല്ല, ഞാൻ വരില്ല. എന്നെ കൊന്നാലും ഞാൻ വരില്ല. ചെറിയൊരു ഔട്ടിങ്, അത്രേ ഉള്ളൂ. നമ്മളൊന്ന് കാറിൽ പുറത്തു പോകുന്നു, നല്ലൊരു സ്പോട്ടിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കുന്നു, തിരികെ വരുന്നു, അത്രേ ഉള്ളൂ. ഋതിക വന്നാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും.
സത്യാണോ? പ്രോമിസ്. ഋതിക എന്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് വന്നാൽ മാത്രം മതി. ഞാൻ ഈ വീഡിയോ അപ്പോ ഡിലീറ്റ് ചെയ്യും. എന്തു പറയുന്നു? ശരി, ഞാൻ വരാം. പക്ഷെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. കളയാടോ. താൻ പോയി ഡ്രസ് മാറി നല്ല സുന്ദരിയായിട്ട് വാ. ചെല്ലു. അങ്ങനെ വഴിക്ക് വാ മോളെ. ഇനി നിന്നെ ഞാൻ എന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരും. എന്റെ ട്രാപ്പില് നീ വീഴാൻ പോകുന്നതേ ഉള്ളൂ. ഈ രാജു എന്താ വരാൻ ഇത്രയും വൈകുന്നേ? അമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പ് രാജു ഒന്ന് വന്നാ മതിയായിരുന്നു. എന്നാലും എന്നെ നീ ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല ദൈവമേ. ഞാനും രാജുവും കഴിക്കേണ്ട ഇരട്ടപ്പഴം കഴിച്ചത് അവളാ. അവള് ആ മന്ത്രിയുടെ മോള് ഋതിക. അവളുടെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. വിപരീതമായിട്ട് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഈശ്വര, എന്റെ രാജുവിനെ എനിക്ക് തന്നെ കിട്ടണേ. ഇനി ആ നാശം പിടിച്ചവളെങ്ങാനും എന്റെ രാജുവിനെയും തട്ടിയെടുത്തോണ്ട് പോവോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇന്ന് തന്നെ രാജുവിനെ കൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് സമ്മതിപ്പിക്കണം. എല്ലാരും സമ്മതിച്ചിരിക്കുന്ന ഈ ബന്ധം രാജു മാത്രം ഇനി എന്തു പറഞ്ഞു നിരസിക്കാനാ? ഇരട്ടപ്പഴം കഴിച്ചത് ആരെങ്കിലും ആവട്ടെ, രാജു ഈ രമ്യയുടെ സ്വന്തം, എന്റെ മാത്രം. ദൈവമേ, ഇവളെന്താ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇവള് എന്നെ വെറുതെ വിടുന്ന ലക്ഷണം കാണുന്നില്ല. രാജു, ഞാൻ രാജുവിന്റെ മുറിയിലെ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. രാജു എന്താ അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നേ? അതിനെക്കുറിച്ച് രമ്യോട് പറയാനിരിക്കായിരുന്നു. രാജുവിന് ഇഷ്ടായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.